പാലക്കാട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഉപരോധം ഇവിടെ നടക്കാൻ പോവുകയാണ്. പൊതുമരാമത്ത് വകുപ്പ്, അതായത് നമ്മളൊരു ജൂൺ 4-ാം തീയതി 2 ആഴ്ച മുമ്പ് KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ട് റോഡ് പൊളിഞ്ഞ് സ്ലാബെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നൊരു വീഡിയോ ഇട്ടിരുന്നു, 2 പൂച്ചട്ടിയൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതൊന്ന് ശരിയാക്കണമെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും കൂടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥനെ ഉപരോധിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ദിവസം വോയിസ് ഓഫ് പാലക്കാട് എന്ന ചാനലും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തു. KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഒരു ഇത് കണ്ടിരുന്നു. മഴയത്ത് വെള്ളം നിൽക്കുമ്പോൾ സെറ്റ് ആവാനുള്ള സമയം കിട്ടും. നിങ്ങളെന്നെ വന്ന് വീട് പൊളിഞ്ഞു പോയി. അല്ല, ഡ്രൈനേജ് സാർക്ക് അറിയാലോ. ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞ് വെള്ളം വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവണം മുമ്പ് കാണുന്നില്ല സംഭവം. രാത്രി ഒന്നും ആ വഴി പോകുന്നത് അത് നമ്മള് ഒന്ന് ചെയ്യാം. റിബൺ കെട്ടിയിട്ടൊന്ന് നേരത്തെ ഞാൻ പോലീസുകാർ ഇത് വെച്ച്. പക്ഷെ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു. അവിടെ മൊത്തം ഡ്രൈനേജുകളുടെയും ഈ കവറേജ് കാണുന്നുണ്ട്. പോലീസുകാരെ അറിയിക്കപ്പെടാം. പ്രതീക്ഷയിൽ നമ്മുടെ വോയിസ് ഓഫ് പാലക്കാട് ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക മാധ്യമ സുഹൃത്തുക്കളും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള റോഡ് ഡ്രൈനേജും പൊളിഞ്ഞ് PWയുടെ ഉടമസ്ഥയിലുള്ള റോഡും ഡ്രൈനേജും പൊളിഞ്ഞ് കിടക്കുകയാണ്. ഒട്ടനവധി നാളുകളായി ഈ പ്രദേശത്ത് ഈ പ്രശ്നമുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പാലക്കാട് റോഡ്സ് വിഭാഗത്തിൽപ്പെട്ട AE കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു പ്രതീകാത്മക പ്രതിഷേധ സമരം എന്ന നിലയിലാണ് ഇത്തരത്തിലൊരു സമരമായി വന്നത്. പക്ഷേ അവർ ഉറപ്പ് വന്നിട്ടുണ്ട് 10-20 ദിവസത്തിനകം അവിടുത്തെ നിർവ്വഹണ പ്രവർത്തനം നടത്താം. അവിടുത്തെ അപകട സൂചന ഉള്ളത് കൊണ്ട് അവിടെ റിബൺ പോലുള്ള സാധനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തൽക്കാലം അവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴയുള്ളത് കൊണ്ടാണ് ഈ വർക്ക് ഡിലേ ആകുന്നത്. ഉടനടി ചെയ്യാമെന്ന ഉറപ്പിൽ തൽക്കാലം ഈ സമരം യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിക്കുക.